കഴിഞ്ഞ 2 ദിവസമായി വടക്കുകിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും തുടരുകയാണ്. അസം, അരുണാചൽ, മേഘാലയ, മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും കനത്ത നാശനഷ്ടം. അസമിലെ 12 ജില്ലകളായി 60,000-ലേറെ പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. കനത്ത മഴയിൽ അസമിൽ 5 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണം 9ആയി. അരുണാചൽ പ്രദേശിലെ ഈസ്റ്റ് കാമങ് ജില്ലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാർ റോഡിൽ നിന്ന് ഒഴുകിപ്പോയി. അപകടത്തിൽ 2 കുടുംബങ്ങളിലെ 7 പേർ മരിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. മേഘാലയയിലെ ടുറയ്ക്കും അസമിലെ ഗുവാഹത്തിക്കും ഇടയിലുള്ള ദേശീയപാത 17 തകർന്നു. റോഡ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ബോക്കോ, ചായ്ഗാവ് പ്രദേശങ്ങളിലെ ദേശീയപാതയുടെ പ്രധാന ഭാഗങ്ങൾ ഒലിച്ചുപോയി. അസമിലെ 12 ജില്ലകളിലായി കുറഞ്ഞത് 60,000 പേരെയാണ് ദുരിതത്തിലാക്കിയത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മേഖലയിൽ നിന്ന് നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അസമിന്റെ 18 ജില്ലകൾക്ക് റെഡ് അലർട്ടാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധിയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.